ഞാനിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ വേണുവട്ടോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ TP കൊല്ലപ്പെടുന്ന ആ സമയം? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റിവിഷനിസ്റ്റ് മൂവ്മെന്റുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളിയേട്ടന്റെ മൂവ്മെന്റ് കായംകുളത്ത്, കുന്നംകുളത്ത്, തൃശ്ശൂരിൽ, ഈ കേരളത്തിലെല്ലായിടത്തും, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നേരത്തെ ഇരട്ട കൊലപാതകത്തെ പറ്റി ഉമേഷ് ഏട്ടൻ തന്നെ സംസാരിച്ചു. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ തിരുത്തൽ ശക്തികൾ രൂപപ്പെട്ട് അവർ വിഭാഗീയമായി വിഘടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. TP കൊല്ലപ്പെട്ടതിന് ശേഷം ആ ആളുകളൊക്കെ എവിടെ പോയി? ഒഞ്ചിയത്ത് ഒരു പറ്റം ആളുകൾ, വടകരയിൽ ഒരു പറ്റം ആളുകൾ ഇപ്പോഴും ധീരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പ്രത്യയശാസ്ത്രപരമായി വിയോജിച്ച് ആ വിയോജിപ്പുകളെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മാറി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി? ഒരു കാലത്ത് TPയേക്കാൾ ഉച്ചത്തിൽ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ച മുരളിയേട്ടനെ പിന്നീട് നമ്മൾ കാണുന്ന ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ടാണ്. അത് ദേവസ്വം ബോർഡ് ചെയർമാൻ ആകാനുള്ള മുരളിയേട്ടന്റെ കൊതി കൊണ്ടല്ല, മറിച്ച് കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക് പിന്നെയും ആ മനുഷ്യൻ ചെന്ന് കയറുന്നത്. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട്, ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കുമാരകുട്ടിച്ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്റെ പാർട്ടിയുടെ നിലപാടുമല്ല പറയുന്നത്. അതിന്റെ ശിക്ഷ വിധിക്കുമ്പോ ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ആ ശിക്ഷയിൽ തൃപ്തനായിട്ടുള്ള ഒരാളല്ല. അത് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് എങ്കിൽ CPMകാരന്റെ ആ മനുഷ്യത്വ വിരുദ്ധത്തിന്റെ ഏതൊരു അളവുകോലിലും നിങ്ങൾ എങ്ങനെയൊക്കെ ഇട്ടളന്നാലും ആ അളവിൽ നിൽക്കാൻ ഞാൻ തയ്യാറല്ല. TPയെ കൊന്ന ആളുകൾ മരണം വരെ തൂക്കിലേറ്റപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ്. ജീവിതത്തിൽ ഒരാളെയും കൊല്ലാൻ എനിക്ക് കഴിയും. എന്റെ പ്രസ്ഥാനത്തിൽ ഞാൻ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് ഒരാളെയും കൊല്ലാൻ പോയിട്ട് തല്ലാൻ പോലുമുള്ള ഉത്തരവ് ഞാൻ കൊടുക്കുകയുമില്ല, കാരണം എനിക്ക് കഴിയില്ല. പക്ഷെ TP ചന്ദ്രശേഖരനെ കൊല്ലുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ആ ശിക്ഷയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ശിക്ഷ വന്ന ദിവസം CPMകാർ പ്രചരിപ്പിച്ചത് എന്താ? പാർട്ടിക്ക് പങ്കില്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ പങ്കുണ്ടെന്ന് പറയാനായിട്ട് ഒരു 100 കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് ലഭിച്ച ക്രമവിരുദ്ധമായ 100 കണക്കിനായ പരോളുകൾ, ഒരു രാഷ്ട്രീയ കൊലപാതക കേസ്, പ്രത്യേകിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് ലഭിച്ചതിനപ്പുറമുള്ള പരോളുകൾ TPയുടെ കൊലക്കേസിലെ പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാരണം കൊണ്ടല്ല നമ്മൾ പറയുന്നത്. TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി വക്കീലിന് കൊടുക്കുവാൻ പരസ്യമായി തെരുവിലിറങ്ങി CPM എന്ന് പറയുന്ന പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട്. ആ കാരണത്തിന്റെ പേരിലല്ല നമ്മൾ പറയുന്നത്. കൊടിസുനി എന്ന് പറയുന്ന കൊടും കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ 4 ഗുരുതരമായ ക്രിമിനൽ ഒഫൻസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണം പൊട്ടിച്ചിട്ടുണ്ട്, സ്വർണം കടത്തിയിട്ടുണ്ട്, സ്വർണം കിടത്താൻ പോയ ആളുകളെ വിരട്ടിയിട്ടുണ്ട്. ആ കാരണത്തിന്റെ പേരിലുമല്ല നമ്മൾ പറയുന്നത്. ആ കേസിനകത്ത് മുഖ്യപ്രതിയായ ഷാഫി, ആ ഷാഫിക്ക് കല്യാണം കഴിക്കാൻ മറ്റൊരാളുടെ ഭാര്യയെ സൗകര്യം ചെയ്ത് AN ഷംസീറിനെ പോലെ CPMന്റെ ആ കാലഘട്ടത്തിലെ സംസ്ഥാന കമ്മിറ്റി അംഗം നേരിട്ട് വന്നതെന്ന മംഗളങ്ങൾ പാടിയ കല്യാണം നടത്തി കൊടുത്തിയതിന്റെ പേരിലുമല്ല ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ കിർമാണി മനോജിന് വയനാട്ടിൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക്കൽ കമ്മിറ്റി ഒരു പരിപാടി കണക്കെ ലഹരി പാർട്ടി നടത്തുവാൻ ചെയ്തു കൊടുത്ത സൗകര്യത്തിന്റെ പേരിലുമല്ല നമ്മൾ പറയുന്നത് ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന്. CPMന് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന്റെ, ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം മുടക്കോഴി മലയിൽ അതല്ല എങ്കിൽ ഒരാൾക്ക് കയറി ചെല്ലുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ 2024 ആണ്ട് മാർച്ച് മാസത്തിൽ നാളെ പുലരെ ഈ മാധ്യമങ്ങളെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് മുടക്കോഴി മലയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അനുവാദമില്ലാതെ ഒരാൾക്കെങ്കിലും കടന്നു ചെല്ലുവാൻ കഴിയുമോ? കഴിയില്ല. ആ 2024 ആണ്ടിൽ സമൂഹ മാധ്യമങ്ങളും ഇത്രയേറെ വിജിലന്റായ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് പോകുവാൻ കഴിയില്ല എങ്കിൽ 2012 ആണ്ടിൽ അവർക്ക് പോകുവാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിൽ തന്നെ ആ കൊലപാതകവും പാർട്ടിയുമായിട്ടുള്ള ഉത്തമമായ ബന്ധത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവ് അവിടെ വിശേഷിക്കുകയാണ്. അതല്ലാതെ കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ ഇന്ന് മരിച്ചപ്പോൾ എന്നൊക്കെ ബഹുമാനത്തോടെ പറയണം. കാരണം ഈ അടുത്തിടയ്ക്ക് ഞാൻ അയാൾ ചത്തപ്പോൾ എന്ന് പറഞ്ഞത് വലിയ രൂപത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. മരിച്ചപ്പോൾ എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ആത്മാർത്ഥതയില്ലാതെയാണ്. കാരണം എന്റെ മനസ്സിൽ ഇപ്പോഴും കുഞ്ഞനന്ദന്റെ മരണത്തെ പറ്റി പറയുന്നത് ചത്തു എന്ന് തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ മനുഷ്യത്വമില്ലാതെ കൊന്നൊരുത്തനെ ദിവംഗതനായി എന്ന് വിളിക്കാനുള്ള വിശാലമായ ഹൃദയവലിപ്പം എനിക്കില്ല. അതിന്റെ ഒരു കുറവാണ് എങ്കിൽ ആ കുറവ് പേറി ഈ ജീവിതകാലം മൊത്തം നടക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അന്ന് കൂടി ആൾക്കൂട്ടത്തിന്റെ പേരിലല്ല നമ്മൾ പറയുന്നത്. അന്ന് പിണറായി വിജയൻ പോസ്റ്റ് ഇട്ടു, സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇനി പോട്ടെ, കുഞ്ഞനന്ദൻ കേസിനകത്ത് ബന്ധമില്ല എന്ന് വിചാരിച്ചോ? CPMന്റെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റി അംഗം മരണപ്പെടുമ്പോ കൊല്ലപ്പെടുമ്പോ
പിണറായി വിജയൻ അനുശോചന കുറിപ്പ് എഴുതിയിട്ടുണ്ട്? എഴുതിയിട്ടില്ല. കുഞ്ഞനന്തന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. കാരണം പിണറായി വിജയന്റെ തീരുമാനമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞനന്തനെ ചേർത്ത് പിടിക്കുന്നത്. ടി പിയെ കൊന്നത് കാലൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ടി പിയെ കൊന്നത് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു കുഞ്ഞുകുട്ടി പോലും വിശ്വസിക്കാത്ത രീതിയിൽ ആ കൊലപാതകത്തിൽ, ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയന് പങ്കാളിത്തമുണ്ട്. അത് നമ്മുടെ സ്ഥാനാർത്ഥി, എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത് പാനൂരിനും പാർട്ടിക്കും തീർത്താൽ തീരാത്ത നഷ്ടമാണെന്നാണ്. ആ ആളുകളൊക്കെയാണ് ഇന്ന് വലിയ കരുതലിന്റെ മാണിക്യങ്ങളായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്.